27 പ്രതികളെ കൂടി ചേർത്താണ് കരുവന്നൂരിലെ ഇഡിയുടെ അന്തിമ കുറ്റപത്രം. ഇതിൽ 68ാമത്തെ പ്രതിയാണ് CPM. തട്ടിപ്പിന്റെ പങ്ക് പാർട്ടി കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. പ്രതികൾക്ക് അനധികൃതമായി വായ്പകൾ അനുവദിക്കാൻ പാർട്ടി ഇടപെട്ടു. ഇതിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് CPM വസ്തുക്കൾ വാങ്ങിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കലാണ് മുൻമന്ത്രി AC മൊയ്തീനെതിരായ ആരോപണം. അനധികൃത വായ്പകളെക്കുറിച്ച് മൊയ്തീൻ അറിവുണ്ടായിരുന്നു. ഇതുവഴി പാർട്ടി ഫണ്ട് സമാഹരിച്ചു. റോഷൻ നാരായണൻ, MS വർഗീസ് എന്നിവർക്ക് കോടികളുടെ വായ്പയ്ക്ക് മൊയ്തീൻ കൂട്ടുനിന്നു. ഇവർക്ക് വായ്പ നൽകിയത് മൊയ്തീന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് CPM നേതാവ് CK ചന്ദ്രൻ മൊഴി നൽകിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. MK ബിജു, TR സുനിൽകുമാർ എന്നിവരും മൊയ്തീനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. മുൻ ജില്ലാ സെക്രട്ടറിമാരായ MM വർഗീസ്, K രാധാകൃഷ്ണൻ എന്നിവരെ പ്രതികളാക്കിയത് കരുവന്നൂരിലെ അനധികൃത വായ്പകൾക്ക് കൂട്ടുനിന്നുവെന്ന് കണ്ടെത്തിയാണ്. ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന KC പ്രേമരാജൻ, പൊറത്തുശ്ശേരി ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന AR പീതാംബരൻ, MB രാജു എന്നിവരും ED കുറ്റപത്രത്തിൽ പ്രതികളാണ്. വായ്പാ തട്ടിപ്പിലെ പണം ഉപയോഗിച്ച് CPM പാർട്ടി ഓഫീസുകളടക്കം പണിതുവെന്ന വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ED കുറ്റപത്രത്തിലുള്ളത്. 2 കുറ്റപത്രങ്ങളിലായി കേസിലാകെ 83 പ്രതികളാണുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷയാണ് അന്തിമ കുറ്റപത്രം കൊച്ചിയിലെ PMLA കോടതിയിൽ സമർപ്പിച്ചത്. ED കേസിലെ പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസുകളിലും K രാധാകൃഷ്ണൻ അടക്കമുള്ള CPM നേതാക്കളുടെ പങ്ക് ഇനി പരിശോധിക്കേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.